നമസ്കാരം. ജ്യോതിഷത്തിന്റെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പമുള്ളത് പ്രശസ്ത ജ്യോതിഷാചാര്യനായ ശ്രീ KV സുഭാഷ് തന്ത്രികളാണ്. നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. സർ, ഇന്ന് നമ്മൾ വാസ്തുവിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ഒരു വീട് പണിയുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ളതൊന്ന് പറയാമോ? വാസ്തു എന്ന് പറയുന്നത് തന്നെ അതിൽ തന്നെ അതിൻ്റെ അർത്ഥം കൂടിയുണ്ട്. വാസ്തു എന്നാൽ അളവ് എന്നാണ് അതിൻ്റെ ഒറ്റ വാക്കിലുള്ള അർത്ഥം. അപ്പോൾ വീട് പണിയുമ്പോൾ ഈ വാസ്തു ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പോൾ പലരും ഈ വീടുകളൊക്കെ പണിത് അതിനകത്ത് വലിയ, അതായത് നമ്മളുടെ ചിലർക്ക് പറ്റുന്നത് ഈ ജീവിതകാലം മുഴുവൻ സമ്പാദിച്ച പൈസ മുഴുവൻ ഒരു വീടിന് വേണ്ടി ചിലവഴിച്ച് അതിൻ്റെ അകത്ത് കിടന്നു തുടങ്ങുമ്പോൾ മനസ്സമാധാനം ഇല്ലാണ്ടാവുന്ന ഒരുപാട് പ്രവണതകൾ ഇപ്പോൾ സംഭവിച്ചു വരുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ, ആദ്യമായിട്ട് നമ്മളൊരു ഭൂമി തിരഞ്ഞെടുക്കാൻ പോകുമ്പോൾ തന്നെ ആ ഭൂമി വടക്കോട്ടോ കിഴക്കോട്ടോ ചരിവുള്ള ഭൂമി മാത്രമേ ഗൃഹനിർമ്മാണത്തിന് അനുയോജ്യമായിട്ട് വാങ്ങാൻ പാടുള്ളൂ. തെക്കോട്ടോ പടിഞ്ഞാട്ടോ ചരിഞ്ഞ ഭൂമി എടുക്കാൻ പാടില്ല. അതല്ലെങ്കിൽ അങ്ങനെ ഭൂമി എടുത്താൽ പോലും നമുക്കത് ലെവൽ ചെയ്ത് സമനിരപ്പാക്കാൻ പറ്റുന്ന ഭൂമിയെ വാങ്ങാൻ പാടുള്ളൂ. ഇതാണ് ഭൂമിയുടെ പ്രത്യേകത. അതേപോലെ തന്നെ ഒരു ദീർഘചതുരത്തിലുള്ള ഭൂമിയാണ് എപ്പോഴും വീട് പണിയുന്നതിന് അനുയോജ്യം. ഇതിനെ ട്രയാങ്കിളായിട്ടോ അത് മറ്റേ ഇന്ത്യയുടെ ഭൂപടം പോലെയൊക്കെ ഇരിക്കുന്ന ഭൂമിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞാൽ അവിടെയൊക്കെ വീട് പണിത് കഴിഞ്ഞാൽ അനർത്ഥങ്ങളുണ്ടാവും. കാരണം ഞാൻ ഈ അടുത്ത സമയത്ത് കുറച്ച് വീടുകൾ അളക്കാൻ പോയിരുന്നു. അപ്പോൾ ആ സമയത്തെല്ലാം ട്രയാങ്കിളാണ് ഈ ഭൂമിയുടെ ഷേപ്പ്. ആ ട്രയാങ്കിളിൽ തന്നെയാണ് ഈ വീട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവർക്ക് അത് വിറ്റ് പോകേണ്ട ഒരു ആവശ്യം വന്നതെന്ന് വെച്ചാൽ അത്ര കണ്ട് കടത്തിലേക്ക് പോയി കഴിഞ്ഞാൽ അവർ. അപ്പം അതിൻ്റെ കാരണം ഈ വാസ്തു കണക്ക് തെറ്റുന്നതാണ്. അപ്പോൾ ജനത്തിന് പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ ചില എഞ്ചിനീയർമാരൊക്കെ മറ്റേ പത്രമാധ്യമങ്ങളിലൊക്കെ എഴുതാറുണ്ട്, ഈ വാസ്തു എന്ന് പറഞ്ഞൊരു സംഭവമൊന്നുമില്ല, അതൊക്കെ വെറുതെ തട്ടിപ്പാണ്, 3 സെൻറ്റിലോ 5 സെൻറ്റിലോ 2 സെൻറ്റിലൊക്കെ എന്ത് വാസ്തു നോക്കാനുള്ളതെന്നാണ് ചോദ്യം. അങ്ങനെയൊക്കെ ലേഖനങ്ങൾ വായിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവരോട് പറയാനുള്ളത്, 1 വയസ്സുള്ള കുട്ടിയായാലും 50 വയസ്സുള്ള പ്രായമുള്ള ആളായിരുന്നാലും ഭക്ഷണം കഴിക്കുന്നത് വായിലൂടെ തന്നെയാണ്. അപ്പോൾ കുട്ടി ചെറുതാണെന്ന് എഴുതിയിട്ട് വായിക്ക് അവയവത്തിന്, മനുഷ്യനെ ഇപ്പോൾ തലയുടെ ഭാഗത്തേനാണ് വായിരിക്കുന്നത്, അല്ലാതെ കുട്ടി ആയതുകൊണ്ട് കാലിൻ്റെ ഭാഗത്തേക്ക് വായ വരില്ല. അപ്പോൾ വാസ്തു എന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണത്. അപ്പോൾ 2 സെൻറ്റോ 3 സെൻറ്റിലോ വാസ്തു നോക്കാൻ അറിയാവുന്ന ആളാണെങ്കിൽ അത് നോക്കി കറക്റ്റ് ചെയ്ത് കൊടുക്കും. അറിയില്ലാത്ത ഒരാളാണെങ്കിൽ ഇങ്ങനെയുള്ള മുട്ടാപ്പോക്ക് പറഞ്ഞു കൊടുക്കും. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നൊരു കാര്യം, ഒന്ന് ഈ ഭൂമിയുടെ കിടപ്പ് കഴിഞ്ഞിട്ട് രണ്ടാമത് വീടിൻ്റെ അടുക്കളയാണ് പ്രധാനം. അതായത് പാർജന്യ പചനാലയം, നമുക്ക് ആഹാരം പാകം ചെയ്ത് നമ്മുടെ ശരീരത്തിന് ഊർജ്ജം കിട്ടാനുള്ള ദിക്ക്, അതാണ് പാർജന്യ പചനാലയം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ അടുക്കള വടക്ക് കിഴക്ക് ഈശാന കോണിൽ മാത്രമേ വരാൻ പാടുള്ളൂ. അപ്പോൾ ഇത് തന്നെ ഗ്രന്ഥങ്ങളിൽ തെക്ക് കിഴക്കാണ് എഴുതി വെച്ചിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവർ പറയുന്നത് തെക്ക് കിഴക്ക് അഗ്നികോണാണ്, അഗ്നികോണിലാണ് വരുന്നത് നല്ലത്. ഇത് തന്നെ ഒരു വാസ്തുവാചാര്യൻ ഗ്രന്ഥങ്ങളൊക്കെ എഴുതി അടിച്ചു കൊടുക്കുന്നൊരു ആചാര്യൻ ഇങ്ങനെ ബുക്കൊക്കെ ഇറക്കി തന്നു. അപ്പോൾ ഞാൻ ചോദിച്ചു, ഇതെന്താണ് ഈ തെക്ക് കിഴക്ക് ബേസ് ചെയ്യണമെന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ചോദിച്ചപ്പോൾ ആൾ പറഞ്ഞു അഗ്നികോണിലാണ് വരേണ്ടത്. പിന്നെ ക്രിസ്ത്യൻ മുസ്ലിം ആളുകൾക്കൊക്കെ വീട് പണിയാനുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ഗ്രന്ഥം ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അവർ നോണൊക്കെ കൂടുതൽ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെയൊക്കെ ഗുണത്തിന് വേണ്ടിയാണ് ഈ ഗ്രന്ഥം ഞാൻ പ്രിപ്പയർ ചെയ്ത് ഇറക്കിയിരിക്കുന്നത്. അപ്പോൾ അതാണ് അതിൻ്റെ സംഭവം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അവരോട് ചോദിച്ചാൽ അതിന് കുഴപ്പമൊന്നുമില്ല, ഓരോ ദിക്കിലും ഓരോ ദേവനുണ്ട്. അപ്പോൾ ഈ തെക്ക് കിഴക്ക് ആ ദിക്കിൻ്റെ ദേവൻ ആരാന്ന് അറിയുമെന്ന് ചോദിച്ചു. അപ്പോൾ ആൾ പറഞ്ഞു എനിക്കത് അറിഞ്ഞുകൂടാ. അപ്പോൾ പിന്നെ താങ്കൾ എന്തിനെ ബേസ് ചെയ്താണ് ഈ സംഭവം ചെയ്തതെന്ന് വെച്ചാൽ, അത് ആൾക്ക് ഇതിൻ്റെ ബേസ് അറിഞ്ഞുകൂടാ. അതായത് വടക്ക് കിഴക്ക് ഈശാന കോണിൽ വ്യാഴമാണ് ദേവൻ, തെക്ക് കിഴക്ക് അഗ്നികോണിൽ ശുക്രനാണ് ദേവൻ. ഈ അഗ്നികോൺ എന്ന് പറയുന്നത് ജഡരാഗ്നി എന്ന് പറയുന്ന ഒരു പോസിറ്റീവ് എനർജി സദാസമയം അവിടെ ജ്വലിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ആ ജ്വലനം അവിടെ നടന്നാൽ മാത്രമേ നമ്മളുടെ ഭവനത്തിലേക്കുള്ള ഊർജം പൂർണ്ണമായിട്ട് നമുക്ക് സാധ്യമായിട്ട് ലഭിക്കുകയുള്ളൂ. ഇതാണ് ഇതിൻ്റെ ഈ വാസ്തുപരമായ അതായത് ജ്യോതിശാസ്ത്രപരമായ തിരിച്ചറിവ് അറിയണം. അപ്പോൾ ഇതിൽ സംഭവിക്കുന്നത് വെച്ചാൽ, പിന്നെ തെക്ക് പടിഞ്ഞാറ് അതായത് കന്നിമൂല എന്ന് പറയുന്നത് സർപ്പകോണാണ്. അപ്പോൾ സർപ്പം, അതായത് നമ്മുടെ നിധി ഇരിക്കേണ്ട സ്ഥലം എന്ന് പറയുന്നത് സർപ്പമാണ് അവിടുത്തെ അതിദേവൻ. അപ്പോൾ നമ്മളവിടെ ധനമൊക്കെ കൊണ്ടുവന്ന് വെച്ചാൽ ഈ സർപ്പം കാവൽ വന്നാൽ പിന്നെ അത് പോവില്ല എന്നാണ് അതിൻ്റെ ഒരു കണക്ക്. പിന്നെ വടക്ക് പടിഞ്ഞാറ് ചന്ദ്രനാണ് അതിൻ്റെ അതിദേവൻ, വായുകോൺ. അപ്പോൾ ഇങ്ങനെ ഈ 4 ദിക്കിലും ഓരോ ദേവതകളുണ്ട്. അപ്പോൾ ഈ ദേവതകൾക്ക് ബുദ്ധിമുട്ട് വരാത്ത രീതിയിൽ മാത്രമേ ഈ അടുക്കള വരാൻ പാടുള്ളൂ. അപ്പോൾ തെക്ക് കിഴക്ക് വന്നാലുള്ള കുഴപ്പം, ശുക്രൻ അതിദേവനാവുമ്പോൾ അവിടെ അതിശുദ്ധി പാലിക്കണം. ഒരു കാരണവശാലും ഈ അടുപ്പിൽ നോണൊന്നും വേവാൻ പാടില്ല. ക്ഷേത്ര തിടപ്പള്ളി പോലെ, അതായത് ക്ഷേത്രങ്ങളുടെ തിടപ്പള്ളി എല്ലാം തെക്കിഴക്ക് ദിക്കിലാണ്, അഗ്നിമൂലയിലാണ് ഉള്ളത്. അപ്പോൾ ക്ഷേത്ര തിടപ്പള്ളി പോലെ ശുദ്ധി പാലിക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമേ നമ്മൾ തെക്ക് കിഴക്ക് അഗ്നികോണിൽ അടുപ്പ് വയ്ക്കാൻ പാടുള്ളൂ. അപ്പോൾ ഇത് തന്നെ ചിലർ പറയും തെക്ക് കിഴക്ക് ബ്രാഹ്മിൺസിനാണ് ആകാം, മറ്റുള്ളവർക്ക് ആവില്ല എന്ന് പറയും. അപ്പോൾ ഇന്നത്തെ കാലത്ത് ബ്രാഹ്മിൺസും അത് ചെയ്യുന്നില്ല. കാരണം തെക്ക് കിഴക്ക് നോൺ വേവുന്നത് മാത്രമല്ല ഇതിൻ്റെ പ്രധാനം. പിരീഡാകുന്ന അശുദ്ധിയാകുന്ന ഒരു സ്ത്രീ
അവിടെ പോയി അടുപ്പ് കത്തിക്കാൻ പാടില്ല. അതേപോലെ ഭാര്യാഭർത്തൃ ബന്ധത്തിന് ശേഷം കുളിക്കാതെ കണ്ട് ശുദ്ധി വരുത്താതെ കണ്ട് ഈ അടുപ്പ് കത്തിക്കാൻ പാടില്ല. അപ്പോൾ ഇന്ന് അണുകുടുംബത്തിൽ ജീവിക്കുന്ന ദമ്പതികൾ ഇതെല്ലാം പാലിച്ചിട്ട് ഒരു വീട് വയ്ക്കാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറയുന്നത് പൂർവികമായ അറിവ്, അതായത് വാസ്തുശാസ്ത്രം എന്ന് പറയുന്നത് ശരിക്കും തച്ചശാസ്ത്രമാണ്. തച്ചന്മാർ കൈകാര്യം ചെയ്തിരുന്ന ശാസ്ത്രമാണ്. ഇന്നിപ്പോൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബേസ് തുടങ്ങുന്നത് അവിടെ നിന്നാണ്. അപ്പോൾ ഇന്ന് പലരും പ്രഗത്ഭന്മാരെന്ന് പറഞ്ഞ് വരുന്ന പലരും ഈ ബേസ് അറിയാതെ കണ്ടിട്ടാണ് ഈ ശാസ്ത്രത്തിലേക്ക് കയറി വരുന്നത്. അപ്പോൾ ജനത്തിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ വലിയ വലിയ മാധ്യമങ്ങളിൽ വളർത്തിക്കൊണ്ടുവരുന്ന ആചാര്യന്മാരാണ് ഏറ്റവും വലിയ ആളുകൾ എന്ന് വെച്ചാൽ അവരെ പിന്നാലെ പോകും. അപ്പോൾ യഥാർത്ഥത്തിൽ അറിവുള്ളവരാണെങ്കിൽ കൃത്യമായിട്ട് വടക്കിഴക്ക് മാത്രമേ പണ്ട് കാലങ്ങളിൽ, അത് നിങ്ങളുടെയൊക്കെ മുത്തശ്ശിയോട് ചോദിച്ചാൽ അവർ പറയും പണ്ട് കാലങ്ങളിൽ വടക്കിഴക്ക് മാത്രമേ അടുക്കള കൊടുക്കുകയുള്ളൂ, തെക്കിഴക്കൊന്നും കൊടുക്കുന്ന ഒരു പരിപാടിയില്ല. അപ്പോൾ ഇത് ഇന്ന് സംഭവിക്കുന്നത് ഇങ്ങനെയുള്ള അറിവുകൾ, തെറ്റായ അറിവുകളുടെ അതിപ്രസരം കൊണ്ട് സംഭവിച്ചു പോകുന്നൊരു കാര്യമാണ്. വടക്കിഴക്ക് വിട്ടിട്ട് ഈ തെക്കിഴക്കിലേക്കൊക്കെ വരണതിൻ്റെ കാരണം. അപ്പോൾ വടക്കിഴക്ക് വന്നാൽ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് സമ്പത്തും ഐശ്വര്യത്തോടുകൂടി നമുക്ക് ജീവിക്കാനുള്ള അതിൻ്റെ ആനുകൂല്യങ്ങളെല്ലാം നേടി വരും. പിന്നെ അതേപോലെ തന്നെ ഭൂമിയിൽ വീട് വയ്ക്കുമ്പോൾ ഒന്നുകിൽ വടക്കിഴക്ക് മനുഷ്യഗണത്തിലും അല്ലെങ്കിൽ തെക്ക് പടിഞ്ഞാറ് സർപ്പകോണിൽ, ഈ 2 കോണിൽ മാത്രമേ വീട് വയ്ക്കാൻ പാടുള്ളൂ. ഇത് തന്നെ ചിലർ യുക്തിവാദം പറഞ്ഞ് വെല്ലുവിളിച്ചിട്ട് അഗ്നികണ്ഡത്തിൽ കൊണ്ടുപോയി വീട് വയ്ക്കും. അതേപോലെ ചിലർ വായുകണ്ഡത്തിൽ വീട് വയ്ക്കും. അപ്പോൾ അവർക്കൊക്കെ അനർത്ഥങ്ങൾ വന്നുകൊണ്ടിരിക്കും. എന്നിട്ട് പറയും പൂജാപരിഹാരം ചെയ്ത് മാറ്റാൻ പറയും. ഇതൊന്നും വാസ്തു എന്നാൽ അളവാണ്. ഒരിക്കലും ഇത് പൂജ പരിഹാരം ചെയ്തുകൊണ്ടൊന്നും ഒരു കാരണവശാലും ഇത് മാറില്ല. പിന്നെ കൃത്യമായ റൂമുകൾക്കെല്ലാം കൃത്യമായിട്ട് അളവുണ്ടാവും. അതായത് പഴയ കോൽക്കണക്ക് അളവുകളുണ്ട്. അപ്പോൾ ഈ കോൽക്കണക്ക് അറിവ് പോലും അറിയാതെ പല ആചാര്യന്മാരും ഇന്ന് 10, 10, 11, 11 എന്നും പറഞ്ഞൊക്കെ റൂമുകൾ ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ സമചതുരം മുറിയൊന്നും പൂജാമുറിക്ക് അല്ലാതെ കണ്ട് ഒരു കാരണവശാലും നമുക്ക് ഉപയോഗിക്കാൻ പാടില്ല. സമചതുരം മുറിയിൽ കിടന്നാൽ എന്ത് സംഭവിക്കുന്നത് വെച്ചാൽ മെൻ്റലായിരിക്കും ആൾക്ക്. അതായത് ആരും വകവയ്ക്കില്ല, എല്ലാം തകഞ്ഞ ഒരാളെന്നുള്ള സംഭവമാണ്. അതിൻ്റെ ഒരു ഉദാഹരണം, എൻ്റെ അടുത്ത് കൺസൾട്ടിന് ഒരാൾ വന്നു, ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ ആൾ വന്നിരുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനെല്ലാം നേടിക്കഴിഞ്ഞു, ഇപ്പോൾ വരാൻ കാരണം എനിക്കൊരു ചെറിയ സസ്പെൻഷൻ്റെ ഒരു പേടിയുണ്ട്, അതുകൊണ്ടാണ് വന്നത്. അപ്പോൾ നേടിയെന്ന് പറയുമ്പോൾ ഞാൻ ചോദിച്ചു എത്ര വയസ്സായി? ഇനി സർവീസിൽ 4 വർഷം കൂടി ഉള്ളൂ. എന്താണ് നേടിയത്? ഞാൻ വീട് വെച്ചു സ്വന്തമായിട്ട്. അപ്പോൾ വീടിന് കടമുണ്ടോ എന്ന് ചോദിച്ചു. ലോണുണ്ടോ? ഉവ്വ. അപ്പോൾ പിന്നെ എന്ത് നേടി? ഇനി 4 വർഷമേ ഉള്ളൂ. പിന്നെ എനിക്ക് കാറുണ്ട്, അതിന് ലോണാണോ എന്ന് ചോദിച്ചു. അത് ലോണാണ്. പിന്നെ കുട്ടികൾ എന്ത് ചെയ്യുന്നു? പഠിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ താങ്കൾ എന്ത് നേടിയെന്ന് ചോദിച്ചു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആൾ അന്തം വിട്ടു. കാരണം ആളൊന്നും നേടിയിട്ടില്ല, ആൾ കടത്തിൽ കിടക്കുക. ആൾ ജോലി എല്ലാം കഴിഞ്ഞാൽ പോലും ഈ കിട്ടുന്ന പൈസ കൊണ്ട് ഒരു കാരണവശാലും കടം തീർന്ന് പൂർണ്ണതയിലെത്താൻ പറ്റില്ല. അതിനുള്ളിൽ കുട്ടികൾക്ക് ജോലി ആയില്ലെങ്കിൽ ജീവിതം നാശമാവുകയും ചെയ്യും. അപ്പോൾ ഞാൻ ചോദിച്ചു, വീടിൻ്റെ കണക്ക് വല്ലതും തെറ്റിയിട്ടാണോ ഇങ്ങനെ സംഭവിച്ചത്? വീടിൻ്റെ കണക്ക് എങ്ങനെയാണെന്ന് അറിയുമെന്ന് ചോദിച്ചു. അടുക്കള ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, ഞാൻ ഗ്രന്ഥം വാങ്ങിച്ചിട്ട് ഞാൻ തന്നെ സ്വയമായിട്ടാണ് ഈ റൂമുകളെല്ലാം കണക്ക് കൂട്ടിയിട്ട് വെച്ചത്. അപ്പോൾ റൂമിൻ്റെ അളവ് എങ്ങനെ? എൻ്റെ റൂമിൻ്റെ ഒരു അളവ് 11, 11 വേറെ റൂം 10, 10. ഞാൻ പറഞ്ഞു, ശരിക്കും പറഞ്ഞാൽ താങ്കൾക്ക് ഭ്രാന്താണെന്ന് പറഞ്ഞു. അപ്പോൾ ആൾ ഞെട്ടിപ്പോയി. അതെന്താണെന്ന് ചോദിച്ചു. നിങ്ങൾ ആരും അംഗീകരിക്കില്ല എന്ന് പറഞ്ഞു. അത് സത്യമാണെന്ന് പറഞ്ഞു. കാരണം എന്ത് പറഞ്ഞാലും പുള്ളിയുടെ അടുത്ത് ഒരാൾക്കും പറഞ്ഞ് ജയിക്കാൻ പറ്റില്ല. അപ്പോൾ അതിൻ്റെ കാരണം ഈ സമചതുരം റൂമിൽ വന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അയാൾ മെൻ്റലാണ്. അയാളെ നമുക്ക് ഒരിക്കലും ഇങ്ങനെ പറഞ്ഞ് കൊണ്ടുവരാൻ പറ്റില്ല. അപ്പോൾ ദീർഘചതുരം റൂമുകളിൽ വരാൻ പാടുള്ളൂ. 10, 10 എന്നുള്ളൊരു കണക്കൊന്നുമില്ല. കൃത്യമായ അളവുകളുണ്ട്. അതായത് ഒന്നുകിൽ 16 കോല 8 അല്ലെങ്കിൽ 20 കോല 8 ഇങ്ങനെയുള്ള കൃത്യമായ പോസിറ്റീവ് എനർജി തങ്ങി നിൽക്കുന്ന അളവുകളുണ്ട്. ഇതൊക്കെ പഴയ കോൽക്കണക്ക് അനുസരിച്ചുള്ള ഗ്രന്ഥങ്ങളിൽ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തിട്ട് മാത്രമേ ശരിക്കും വീടുകളുടെ റൂമുകളൊക്കെ രൂപകൽപ്പന ചെയ്യാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് തോന്നുന്ന പോലെ വെല്ലുവിളിച്ചിട്ട് അധമച്ചുറ്റിൽ വീടെല്ലാം നിർമ്മിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നു വെച്ചാൽ, അതായത് സാധാരണ പറയുന്നത് മരണതുല്യമായ ഒരവസ്ഥ, അതായത് മരിച്ചു പോകുന്നല്ല അതിൻ്റെ അർത്ഥം. ആ ജീവിതം മരണതുല്യമായൊരവസ്ഥ. മരിച്ച വീട്ടിലെ ജീവിതം പോലെ ആയിരിക്കും അവരുടെ ജീവിതം. അപ്പോൾ സംഭവിക്കുന്നത് ഈ വാസ്തു കണക്ക് തെറ്റുന്നതുകൊണ്ടാണ്. പിന്നെ വായുകോണിൽ അടുക്കള വന്നു കഴിഞ്ഞാൽ കടം, കലഹം, രോഗദുരിതം, ഇതിൽ 3ൽ 1 എപ്പോഴും പിന്നാലെ ഉണ്ടാവും. ഒന്നുകിൽ അവിടെ രോഗങ്ങളുണ്ടാവും, അല്ലെങ്കിൽ കടത്തിൽ നിന്ന് കയറാൻ പറ്റില്ല, അല്ലെങ്കിൽ എപ്പോഴും കലഹമായിരിക്കും. നമ്മൾ വീട്ടിൽ കലഹമായിരിക്കും, അയൽവക്കാരോട് കലഹമായിരിക്കും. ഇത് വായുകോണില്ല. അതായത് ചന്ദ്രനാണ് അവിടുത്തെ ദേവൻ. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ ഇടയിൽ കൊണ്ടുപോയി തീ വെച്ചാലുള്ള എന്ത് സംഭവിക്കും? ഇതിങ്ങനെ പൊട്ടിച്ചെതിരിക്കൊണ്ടിരിക്കും. അതാണ് വായുകോൺ. അപ്പോൾ ചില ആചാര്യന്മാർ പറയുന്നുണ്ട് ഇത് 3ാം സ്ഥാനമാണ്. കാരണം വായുകോൺ 3ാം സ്ഥാനം എന്ന് പറയുന്നുണ്ട്. 1ാം സ്ഥാനം തെക്ക് കിഴക്കും, 2ാം സ്ഥാനം വടക്ക് കിഴക്കും, 3ാം സ്ഥാനം വായുകോൺ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഈ ശരിക്കുള്ള സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഈശാനകോണാണ് 1ാം സ്ഥാനം. തൊട്ടടുത്ത് കിടക്കുന്ന കിഴക്ക് മേടൻ രാശിയാണ് 2ാം സ്ഥാനം. 3ാം സ്ഥാനം എന്ന് പറയുന്നത് ഈ വടക്ക് കിഴക്കിൻ്റെ തൊട്ടിപ്പുറത്തുള്ള കുംഭൻ രാശി, അതാണ് 3ാം സ്ഥാനം. അപ്പോൾ നിലവിൽ ഈ 3 രാശിയിൽ മാത്രമേ ഗ്രഹത്തിൻ്റെ പാചകം ചെയ്യുന്ന അടുക്കള വരാൻ പാടുള്ളൂ.
അപ്പോൾ ഇത് തന്നെ പലർക്കും ഈ വീടൊക്കെ പണിയാൻ പോകുമ്പോൾ ഈ അതിൻ്റെ ഗുണത്തിലേക്ക് വരാൻ പറ്റാത്തതിൻ്റെ കാരണം ഒന്നുകിൽ ഈ വാങ്ങിയിരിക്കുന്ന ഭൂമിയിൽ സർപ്പദോഷം ഉണ്ടാവും, അല്ലെങ്കിൽ ആഭിചാര ദോഷങ്ങൾ വന്നിട്ടുണ്ടാവും. അങ്ങനെയുള്ള ദോഷങ്ങൾ വരുന്നതുകൊണ്ട് നമ്മൾ ഒരു വീട് പണിയുന്നതിന് പകരം വീട് പണിയാൻ ചിലവാക്കുന്ന ധനം 2 വീടിനുള്ള ധനം കൂടി അതിനകത്ത് ചിലവാക്കേണ്ടി വരും. എന്നാലും വീടിൻ്റെ പണി തീരില്ല, തടസ്സങ്ങൾ വരും. ചിലർ ഒരു തൃശ്ശൂരിൽ നിന്നൊരു പാർട്ടി വന്നു, അവരുടെ വീട് പണി തുടങ്ങിയിട്ട് 3 വർഷമായി. വാർക്ക സമയമായി കഴിഞ്ഞപ്പോൾ എന്ത് ചെയ്താലും അവർക്ക് വാർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ നമ്മളുടെ അടുത്ത് വന്ന് പൂജ പരിഹാരമൊക്കെ ചെയ്ത് ഒറ്റ ആഴ്ചയ്ക്കുള്ളിൽ അവർക്ക് വീട് വാർക്കാൻ പറ്റി. എന്തായിരുന്നു കാരണം എന്ന് വെച്ചാൽ ഇങ്ങനെയുള്ള നെഗറ്റീവ് എനർജികൾ തടസ്സമായി നിന്നതുകൊണ്ടാണ് അവർക്ക് ആ വീട് പണിയിലേക്ക് പോകാൻ പറ്റുന്നത്. അപ്പോൾ നമ്മളൊരു ഗ്രഹനിർമ്മാണത്തിന് പോകുമ്പോൾ പോലും ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കണം. കാരണം നമുക്ക് തടസ്സങ്ങൾ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല ഒരു ആചാര്യനെ കണ്ട് എന്താണ് തടസ്സം എന്ന് കണ്ടെത്തി അത് പരിഹരിച്ചാൽ മാത്രമേ അതിൻ്റെ പൂർണ്ണതയിൽ പോകുള്ളൂ. അല്ലെങ്കിൽ നല്ല ജോലിക്കാരെ കിട്ടില്ല. ആവശ്യമില്ലാതെ, അതായത് 1 ലക്ഷം ചിലവാക്കണോടത്ത് 2 ലക്ഷം ചിലവാക്കിയാലും പണി തീരെയില്ല, പൈസ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും, മനസ്സമാധാനം ഉണ്ടാവില്ല. പിന്നെ തെറ്റായ രീതിയിലുള്ള കണക്കും കാര്യമുള്ള ആളുടെ അടുത്ത് ചെന്ന് ചാടും. അപ്പോൾ അതെല്ലാം വരാതിരിക്കുന്നതിനെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് വീട് പണി ആരംഭിക്കുന്നതിന് മുമ്പ് നമുക്ക് തടസ്സം ഫീൽ ചെയ്യുന്നുണ്ട്. വീട് പണിയാൻ നോക്കിയിട്ട് എത്ര പൈസയൊക്കെ ഉണ്ട്, പക്ഷേ വീട് പണിയാൻ സാധിക്കുന്നില്ല. അപ്പോൾ തടസ്സം ഉണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അങ്ങനെ വരുമ്പോൾ നല്ലൊരു ആചാര്യനെ കണ്ടിട്ട് എന്താണോ തടസ്സം, ആ തടസ്സം നീക്കിയതിന് ശേഷം മാത്രമേ ഈ ഉദ്യമത്തിലേക്ക് പോകാൻ പാടുള്ളൂ. ഇല്ലെങ്കിൽ ആവശ്യമില്ലാത്ത അബദ്ധങ്ങളിലെല്ലാം ചാടി ഒരു 10 ലക്ഷം ചിലവാക്കേണ്ടതിന് ഒരു 20 ലക്ഷം ചിലവാക്കി വീട് പണി പൂർത്തിയാവേയില്ല. പണിത് കഴിയുമ്പോൾ മനസ്സമാധാനം എന്ന് പറഞ്ഞ സംഭവം ഉണ്ടാവില്ല. അപ്പോൾ അത് ഈ വീട് പണിയിലേക്ക് ഇറങ്ങുന്ന ആളുകളെല്ലാം ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ പണിത വീട്ടുകാർ ഇപ്പോൾ പലരും പറയാറുണ്ട്, പ്രോഗ്രാം കണ്ടു കഴിയുമ്പോൾ ഞങ്ങൾക്കൊക്കെ വളരെ ആദ്യമായിപ്പോയി. കാരണം ഈ പറഞ്ഞ രീതിയിലൊന്നല്ല വീടിരിക്കുന്നത്. കാരണം ഇന്ന് കാണുന്ന പല ഗ്രഹങ്ങൾക്കും വടക്കിഴക്ക് അപൂർവമായിട്ടുള്ളൂ, മറ്റുള്ള ദിക്കുകളിലാണ് വരുന്നത്. അതിൻ്റെ കാരണം ഈ വരുന്ന ആചാര്യന്മാർ ഇന്ന് കൂടുതലും പ്രൊഫഷൻ കൈകാര്യം ചെയ്യുന്ന എഞ്ചിനീയർമാരൊക്കെയാണ്. അവർക്ക് വാസ്തു ഇതിൻ്റെ കാര്യത്തിലേക്ക് നോക്കുന്നില്ല, പിന്നെ യുക്തിവാദം എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളയും. പിന്നീട് അനുഭവം വരുമ്പോഴാണ് ഇതിലേക്ക് വരുന്നത്. അപ്പോൾ ഇത് ചെയ്യേണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് നിർബന്ധമായിട്ടും വടക്കിഴക്ക് ഈശാനകോണിൽ തന്നെ അടുക്കള വേണം. അതേപോലെ മൂലകളിലൊന്നും കക്കൂസക്കുഴിയോ ഒന്നും വരാൻ പാടില്ല. ഒരു മൂലകളിലും കക്കൂസക്കുഴിയോ ഒന്നും വരാതെ നോക്കേണ്ട ഉത്തരവാദിത്വം നമ്മൾ ഗ്രഹം നിർമ്മിക്കാൻ പോണ ആളുകൾക്ക് തന്നെയുണ്ട്. വാസ്തുശാസ്ത്രം സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമുക്ക് തുടരാം. വാസ്തു സംബന്ധമായ, ജ്യോതിഷ സംബന്ധമായ നിങ്ങളുടെ സംശയങ്ങൾ ഞങ്ങൾക്ക് എഴുതി അറിയിക്കേണ്ട വിലാസം: ടു ദ പ്രൊഡ്യൂസർ, ലേഡീസ് അവർ, കൗമുദി TV, പേട്ട, തിരുവനന്തപുരം. മറ്റൊരു എപ്പിസോഡിൽ വീണ്ടും കാണാം. നന്ദി.